ഓക്കെ, നമുക്കപ്പോൾ SSLC കെമിസ്ട്രി ചാപ്റ്റർ 1 ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു എ പാർട്ട് ബി പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് ദ കോമ്പൗണ്ട് ബിലോങ്സ് ടു ആൽക്കെയിൻ ആണോ ആൽക്കൈൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വേഗം ഓടി വരണം ആര്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഈ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഞാൻ ആ സ്ട്രക്ചർ ഒന്ന് താഴേക്ക് എടുത്ത് എഴുതുന്നുണ്ട്. CH3 single bond CH, double bond CH, single bond CH2, single bond CH3. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ. ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് കോമ്പൗണ്ടായ ബിലോങ്സ് ചെയ്യുന്നത്? ആൽക്കീൻ അല്ലേ? അല്ലേ, ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ആൽക്കീനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ആൽക്കീൻ ആണല്ലേ, ആൽക്കീൻ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദി IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. IUPAC നെയിം എഴുതണം. IUPAC നെയിം എഴുതുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇവിടെ ഈ കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടാണുള്ളത്. ക്ലിയർ? ഡബിൾ ബോണ്ട് ഉള്ള ആൾക്കാരുടെ പേര് എഴുതുമ്പോൾ ആദ്യം എന്ത് എഴുതണം? വേർഡ് റൂട്ട് വേണം. വേർഡ് റൂട്ട് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? കാർബണിൻ്റെ എണ്ണം കാണും. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1, 2, 3, 4, 5. 5 കാർബൺ ഉണ്ട്. 5 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താ വരിക? പെൻറ്റ് ആണല്ലേ, പെൻറ്റ്. ഇനി അടുത്ത കാര്യം എന്താ? നമ്മളൊരു ഹൈഫൻ ഇടും. അത് കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണെന്ന് നോക്കും. ഡബിൾ ബോണ്ട് ഏത് പൊസിഷനിലാണെന്ന് നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും നമ്പറിങ് കൊടുക്കാം. അപ്പോൾ മിസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. 1, 2, 3, 4, 5. ക്ലിയർ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കൊടുക്കാം. 1, 2, 3, 4, 5. ഇവിടെ ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ, ഒരു ബോണ്ട് വന്നിട്ടുള്ളത് സെക്കൻഡ് പൊസിഷനിലും അതുപോലെ തന്നെ തേർഡ് പൊസിഷനിലാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഏത് നമ്പറാണ് എടുക്കുക? ലോവസ്റ്റ് നമ്പറാണല്ലേ. അപ്പോൾ 2 ആണോ 3 ആണോ ചെറുത്? ഇനി നമ്മളത് എണ്ണാനൊന്നും പഠിക്കണം, നമുക്കറിയാം 2 ആണ് ചെറുതെന്ന്. അപ്പോൾ എന്ത് കൊടുത്തു? ഡബിൾ ബോണ്ടിൻ്റെ പൊസിഷൻ കൊടുത്തു, 2 എന്ന് കൊടുത്തു. ദെൻ ഒരു ഹൈഫൺ കൊടുത്തു. സഫിക്സ്, എന്താ സഫിക്സ് വരിക? ഈൻ ആണല്ലേ. കാര്യം എന്തുകൊണ്ടാണ് സഫിക്സ് ഈൻ വന്നേ? അത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇയാളെ എന്ത് പേരിട്ട് വിളിക്കണം? പെൻറ്റ് ടു ഈൻ. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യമായിട്ട് കാണാം.